ഇസ്ലാം എന്ന് പറയുന്നത് ഒരുപാട് ഇഴകളുള്ള ഒരു കയറാണ്. ആ കയറിൽ നിന്ന് എല്ലാ ഇഴകളും അഴിഞ്ഞുപോയി അവസാനം അഴിയുന്ന അതിന്റെ ഇഴ എന്ന് പറയുന്നത് അത് സ്വലാത്താണ്. സ്വലാത്ത് കൂടി നമസ്കാരം കൂടി ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി കാണേണ്ടവർക്കൊക്കെ കാണാം, ഇയാൾക്ക് ജീവനറ്റു എന്നതാണ്. അതുകൊണ്ട് ഒരു മാസം അതീവ ജാഗ്രതയോടുകൂടി നാം ഏറ്റെടുത്ത, അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത അവ്വലു വക്തിലെ സ്വലാത്ത് എന്നതിനെ വിട്ടുവീഴ്ചയില്ലാതെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതൊരു കാര്യം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധമാണ്. റമദാനിൽ ഒരാവർത്തി വിശുദ്ധ ഖുർആൻ വായിച്ചു തീർത്തവരാണ്, പാരായണം ചെയ്തു തീർത്തവരാണ് നമ്മളിലധികവും. ചിലരെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ കുറച്ചു ഭാഗങ്ങളെങ്കിലും വളരെ വിശദാംശങ്ങളോടുകൂടി വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയവരാണ്. മറ്റു ചിലരാകട്ടെ ഖുർആനിനെ ചിലപ്പോൾ ഹിഫ്ളാക്കുവാൻ വേണ്ടി ശ്രമിച്ചവരാണ്. വേറെ ചിലർ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ സംഭവങ്ങളും ചരിത്രങ്ങളും കഥകളുമൊക്കെ വായിച്ചെടുക്കുവാൻ ശ്രമിച്ചവരാണ്. നമ്മൾ അറിയേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് അറ്റുപോകുന്നതിന്റെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളും ഖുർആനും രണ്ട് തട്ടിലായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തആഹദു ഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പതിവാക്കണം. റസൂൽ ഉദാഹരിക്കുന്നത് ഒരൊട്ടകം അതിന്റെ കയറ് പൊട്ടിച്ചിട്ട് ചാടിപ്പോകുന്നതിനേക്കാൾ വേഗതയിൽ വിശുദ്ധ ഖുർആൻ ഒരാളിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചാടിപ്പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരാള്, അയാൾ അറബി ഭാഷയിൽ ഒരുപക്ഷെ വലിയ പാണ്ഡിത്യമുള്ള ഒരാൾ, പക്ഷെ അയാൾ 1 മാസോ 2 മാസോ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ നോക്കി പാരായണം ചെയ്യാൻ പോലും അയാൾക്ക് കഴിയില്ല, കുറച്ചൊരു കാലതാമസം എടുക്കും. ഖുർആൻ എങ്ങനെയാണ്? ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് വലിയ ഗ്യാപ്പുകൾ അതിൽ വന്നു പോയാൽ, വലിയ വിള്ളിച്ചകൾ അതിൽ വന്നു പോയാൽ അതിനെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം വിശുദ്ധമായ റമദാനിൽ അതിനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, പല രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ബന്ധം ഒരിക്കലും അറ്റുപോകാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്.